ഇന്ത്യൻ ഭരണഘടന 75 വയസ്സ് പിന്നിടുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം, ജുഡീഷ്യറി, ഭരണഘടന എന്നീ വിഷയങ്ങളെക്കുറിച്ച് മാതൃഭൂമി സംഘടിപ്പിക്കുന്ന സംവാദത്തിൽ പങ്കെടുക്കുന്നതിന് ദേശീയ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടറും ബംഗളൂരുവിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ മോഹൻ ഗോപാൽ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹവുമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് മാതൃഭൂമിയിലെ സീനിയർ ജേർണലിസ്റ്റുകളായ കെ എ ജോണി, അനിൽ, അനിഷ് ജേക്കബ്, JS മനോജ്. സ്വാഗതം പ്രൊഫസർ മോഹൻ ഗോപാൽ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വയസ്സാകുമ്പോൾ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഒന്ന്, ഇന്ത്യൻ ജനതയ്ക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അത്രയധികം പിന്നിലായിരുന്നു നമ്മൾ പല മേഖലകളിലും. പക്ഷേ 75 വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് മേഖലകളിൽ നമ്മൾ മുന്നേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഈ സവിശേഷമായ യാത്രയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യൻ ഭരണഘടന ഈ ലോകത്തിൽ ഒരു അപൂർവ ഭരണഘടനയാണ്. ഒന്നാമത് ഇത്രയും നീണ്ട കാലത്തേക്ക് നിലനിന്ന വളരെ ചുരുക്കം ഭരണഘടനകളെ ഉള്ളൂ ഈ ലോകത്ത്. അതിനൊരു കാരണമുണ്ട്. മിക്കവാറുമുള്ള ഭരണഘടനകളെല്ലാം ഈ ഭരണഘടനയ്ക്ക് മുമ്പുണ്ടായ ഒരു സ്ട്രഗിളിൽ വിജയം നേടുന്ന ശക്തികൾ ഉണ്ടാക്കുന്ന ഭരണഘടനയാണ്. അപ്പം അവരുടെ ഒരു ദൃഷ്ടി മാത്രമേ അതിൽ വരുള്ളൂ. ബാക്കി എല്ലാവരെയും പുറത്താക്കും. ബാക്കിയുള്ളവർ അതിനെ അറ്റാക്ക് ചെയ്യും, അത് കൊളാപ്സ് ചെയ്യും. പക്ഷേ ഇവിടെ ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു ജീനിയസ്, ഈ ഡോക്ടർ അംബേദ്കർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ, ഇതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഉള്ളിൽ തന്നെ ഈ എല്ലാ മേജർ ഫോഴ്സസിനും എന്തെങ്കിലും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭരണഘടന ആക്ച്വലി ഒരു സൈറ്റ് ഓഫ് സ്ട്രഗിളാണ്, ഒരു സമരഭൂമിയാണ്, ഒരു സ്ട്രഗിളിൻ്റെ ഒരു സൈറ്റ് ഓഫ് സ്ട്രഗിളാണ്. വെറും ഒരു ഭരണഘടന മാത്രമല്ല, ആക്ച്വലി ഒരു സൈറ്റ് ഓഫ് സ്ട്രഗിളാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരുന്ന സ്ട്രഗിൾസിനെല്ലാം അത് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ ഉള്ള സ്പേസ് അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കുറേ ഫ്ലെക്സിബിളായിട്ട് ഇത്രയും നാൾ ലാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആര് തമ്മിലുള്ള എന്തിനെക്കുറിച്ചുള്ള സ്ട്രഗിളാണ്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു ജനാധിപത്യം ഉണ്ടാക്കാനുള്ളൊരു സ്ട്രഗിളാണ് നടക്കുന്നത്. വെച്ചാൽ ഇതുവരെ യാതൊരു ജനാധിപത്യ സംവിധാനവും നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യമാണ് 1950 ഒരു അധികാരങ്ങളുള്ള ഒരു ഭരണകൂടം, ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് അധികാരങ്ങളുള്ള ഒരു ഭരണകൂടം ഇവിടെ വരുന്നതും ഒരു ജനാധിപത്യ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാകുന്നതും. അതിൻ്റെ എതിരെ വളരെ വലിയ വൻ ശക്തികൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിൽ നോക്കിയാൽ ഭരണകൂടത്തിലൂടെ സാധാരണക്കാർക്ക് തുല്യമായ റൈറ്റ്സ് കൊടുക്കുന്നു. ഇലക്ഷൻസിലൂടെ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് വരുന്നു. അപ്പം പാർട്ട് 3 പ്രിയാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സ്വാഭിമാനം എല്ലാവർക്കുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് ആർട്ടിക്കിൾ 38 പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഉണ്ടായത്. അപ്പോൾ അതാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ എതിരെ നിൽക്കുന്ന, ഏറ്റവും ശക്തമായി നിൽക്കുന്ന ശക്തികൾ ഈ രാജ്യത്തുണ്ട്. ആരാണ് ശക്തികൾ? എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് വലിയൊരു ചാലഞ്ചിലാണ്. ഇവിടെ ഈ ഡെമോക്രസി അവസാനിച്ചു കഴിഞ്ഞു എന്ന് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് പലരും, ഇൻ്റർനാഷണൽ ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഴ്സ് പറയുന്നു. ഇവിടെ ഡെമോക്രസി ഇല്ല എന്ന് പറയുന്നു. സെക്യുലറിസം നാടുകടത്തി, സോഷ്യലിസത്തിനെ നാടുകടത്തി. ഇവിടെ വാസ്തവത്തിൽ നേസൻ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞു. ഒഫീഷ്യലായിട്ടല്ല, ഡെഫാക്റ്റോ ആയിട്ടൊരു ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞു. വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ 75ാമത്തെ വർഷത്തിൽ ഈ നമ്മുടെ ഭരണഘടന ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ഈ അച്ചീവ്മെൻറ്റ്സ് മാത്രമല്ല, ഈ ഡെമോക്രസി വന്നതുകൊണ്ട് കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി. പക്ഷേ ആ ഡെമോക്രസിക്കെതിരെ വൻ ശക്തികൾ ഇപ്പോഴും പോരാടുകയാണ്, അതിനെ ദുർബലപ്പെടുത്തുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷനും ഈ ഡെമോക്രസിയും എല്ലാം ഇപ്പോൾ ഒരു ICUവിലാണ്.
അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങളെല്ലാം നിശ്ചലമായിരിക്കുകയാണ്. അതിനെങ്ങനെ വീണ്ടും പുനർജീവിപ്പിക്കണം എന്നുള്ള ചാലഞ്ചാണ്. അപ്പോൾ എവിടെ നിന്ന് ചാലഞ്ച് വരുന്നു, എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അതാണ് വാസ്തവത്തെ ആലോചിക്കേണ്ടത്. അല്ല, അതിൽ സാർ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഒരു സ്ട്രഗിൾ ഉണ്ട് എപ്പോഴും. അതായത് നിരന്തരമായിട്ട് ഒരു പോരാട്ടം നടക്കുന്നുണ്ട്, സമരം നടക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തെ വിപുലീകരിക്കുന്നതിനും കുറേ കൂടി അതിനെ പ്രകാശഭരിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമായിട്ടാണ് ഭരണഘടനാ ശില്പികൾ അതിനെ കണ്ടിരുന്നത്. അപ്പോൾ ആ സമരത്തിൽ എങ്ങനെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്, പാർലമെൻ്റ് ആയാലും അതുപോലെ എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും. പാർലമെൻറ്റും എക്സിക്യൂട്ടീവും എവിടെയെങ്കിലുമൊക്കെ അപഭ്രംശങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ തടയേണ്ടത്, അതിനെ നിയന്ത്രിക്കേണ്ടത്, തിരുത്തേണ്ടത് ജുഡീഷ്യറിയാണ്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായ സ്ഥാപനമായിട്ട് ജുഡീഷ്യറി വരുന്നു. പക്ഷേ ആ ജുഡീഷ്യറി ഭരണഘടന സംരക്ഷിക്കുന്നതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്? വാസ്തവത്തിൽ ജുഡീഷ്യറി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഈ വെസ്റ്റ്മിൻസ്റ്റർ മോഡലിൽ വാസ്തവത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ ഒന്നായി കഴിഞ്ഞു. അപ്പം ലെജിസ്ലേറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഒരു പ്രബല പാർട്ടി വരുമ്പോൾ, കോalition ഇല്ലാത്തപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരാണ് ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഓൺലി ചെക്ക് വാസ്തവത്തിൽ ജുഡീഷ്യറിയാണ് അതിൻ്റെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ജുഡീഷ്യറി, അതായത് വളരെ ശക്തനായ ഒരു നേതാവ്, വളരെ ശക്തമായൊരു പാർട്ടി ഇത് ഭരണത്തിലിരിക്കുമ്പോൾ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഏതാണ്ട് ഒന്നായിട്ട് മാറുന്നു. അവർ ഒരുപോലെ ഒന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇൻ റിയാലിറ്റി ലെജിസ്ലേറ്റീവ് എന്ന് നമുക്ക് പറയാം, രണ്ടായിട്ടില്ല. അതെ. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്വം ഒന്നുകൂടി കൂടുകയാണ്. ജുഡീഷ്യറി മാത്രമേ ഉള്ളൂ അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 75 വർഷം വളരെ ക്ലോസ്ലി നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇത് വെറും നമുക്ക് ഒരു തലത്തിൽ വെറും അതിൻ്റെ റിലേഷൻഷിപ്സ് നോക്കിയിട്ട് പറയാം. ഇൻഡിപെൻഡൻ്റ് ആയിരുന്നോ ഈ ഡിസിഷൻസിൽ? ചില ഡിസിഷൻസിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, ചില ഡിസിഷൻസിൽ ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ നമ്മൾ ഡീപ്പറായിട്ട് പോയാൽ എന്തിനെക്കുറിച്ചാണ് ഇവിടെ ഒരു സ്ട്രഗിൾ നടക്കുന്നത്? എവിടെ നിന്നാണ് ജനാധിപത്യത്തിനെതിരെയും റിപ്പബ്ലിക്കിനെതിരെയും കോൺസ്റ്റിറ്റ്യൂഷനെതിരെയും എവിടെ നിന്നാണ് ഈ ചാലഞ്ച് വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ദശാബ്ദമാണ് ഇത്. 75 വർഷത്തിൽ 8ാമത്തെ ദശാബ്ദമാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ദശാബ്ദത്തിലാണ് അവിടെ സിവിൽ വാർ ഉണ്ടായത്, 1861 to 1865. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ 8ാമത്തെ ക്രൂഷ്യലായിട്ടുള്ള ഒരു 8ാമത്തെ ദശകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയും ചെറിയ രീതിയിൽ ജനാധിപത്യം കൊണ്ടുവന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി സ്ലേവറി അബോളിഷ് ചെയ്തില്ല, പല കോംപ്രമൈസസും ചെയ്തു, എല്ലാവർക്കും സ്പേസ് കൊടുത്തു. ഞാൻ അംബേദ്കർ ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ അവിടെയും സ്പേസ് കൊടുത്തു. ആ സ്പേസിൻ്റെ ഉള്ളിൽ നിന്ന് സംഘർഷമുണ്ട 8ാമത്തെ ദശകം വന്നപ്പോഴത്തേക്ക് ആ സംഘർഷം തീരെ കോംപ്രമൈസ് ചെയ്യാൻ ഒക്കാതെയായി. ദിസ് നേഷൻ കനോട്ട് ബി ഹാഫ് സ്ലേവ് ആൻഡ് ഹാഫ് ഫ്രീ എന്ന് ഇബ്രാഹിം ലിങ്കൺ പറഞ്ഞു. യുദ്ധത്തിലേക്ക് ഇറങ്ങി 2% ഏകദേശം പോപ്പുലേഷൻ മരിച്ചു. നമ്മളും ആ ഒരു കണ്ടീഷനിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ വലിയൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത്, ആരാണ് ചാലഞ്ച് ചെയ്യുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ? അല്ല, ഇതെനിക്ക് തോന്നുന്നു വളരെ ഗുരുതരമായൊരു കാര്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്, തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതെ അതെ, ഇങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം ഫോം ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഹസ് കം ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു ഹിന്ദു രാഷ്ട്രം, നേസൻറ്റ് ഹിന്ദു രാഷ്ട്രം ഇല്ല എങ്കിൽ ഇവിടെ ഒരു അയോധ്യ ജഡ്ജ്മെൻറ്റിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അഡൻഡം പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹിന്ദു വിശ്വാസങ്ങളെ സുപ്രീം കോടതി ഇഷ്യൂ ചെയ്യാണ്. അതുപോലെ വേറെ പല ജഡ്ജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ജഡ്ജിമാരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ തിയോക്രാറ്റിക് ജഡ്ജിങ് ഇമർജ് ചെയ്തിട്ടുണ്ട്. തിയോക്രാറ്റിക് ജഡ്ജിങ് എന്ന് വെച്ചാൽ അപ്രോച്ച് ടു ജഡ്ജിങ്. അവിടെ ജഡ്ജിമാർ മതത്തിൽ നിന്നാണ് അടിസ്ഥാന മൂല്യങ്ങൾ നോക്കുന്നത്, അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല. മറ്റേത് കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ജഡ്ജിങ് ആണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ജഡ്ജിങ്, അയോധ്യ ഒരു ജഡ്ജ്മെൻറ്റാണ്, മറ്റ് ജഡ്ജ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ജഡ്ജ്മെൻറ്റ്സ് ഒരു ഹിന്ദു രാഷ്ട്രം ഇല്ലാതെ ഇങ്ങനത്തെ ഒരു ജഡ്ജ്മെൻറ്റിന് വരാൻ പറ്റില്ല. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരാജയമല്ലേ? അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരാജയമല്ല. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല ആൾക്കാർ കൈകാര്യം ചെയ്താൽ ഇത് നല്ല കോൺസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട ആൾക്കാർ കൈകാര്യം ചെയ്താൽ മോശപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് റോൾ ഉള്ളത് ജുഡീഷ്യറിക്കാണ്. എന്തുകൊണ്ട്? ജുഡീഷ്യറി ഇൻറ്റർപ്രറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻറ്റർപ്രിറ്റേഷൻ്റെ ഡിക്ഷണറി മീനിങ് അർത്ഥം എന്താണ്? ഗിവ് മീനിങ് ടു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മീനിങ് എന്താണെന്ന് ലാസ്റ്റ് വേർഡ് ജുഡീഷ്യറിയുടെ കയ്യിലാണ്.
അപ്പോൾ ജുഡീഷ്യറി ഇതിനെ ഒരു രീതിയിൽ കൈകാര്യം ചെയ്തു. അതുകൊണ്ടാണ് ഈ ക്രൈസിസ് ഇങ്ങനെ വന്നത്. അത് എന്തുകൊണ്ടാണ്? സ്ട്രോങ് ഗവൺമെൻറ് വരുമ്പം ജുഡീഷ്യറി വീക്ക് ആവാറുണ്ട്. 1975 ഇതേ ഒരു സാഹചര്യത്തിൽ എമർജൻസി ഒക്കെ ഉണ്ടായത് നമ്മുടെ ഒരു ഭരണഘടനയുടെ തിരിച്ചടിയല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ച് നമുക്കതിനെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അല്ല, ഇത് വലിയൊരു വ്യത്യാസമുള്ളത്. എമർജൻസി കാലത്ത് നമ്മൾ കണ്ടത് ഈ ജഡ്ജസ് എന്തെങ്കിലും ഇപ്പം മറ്റേ പലരും പറയുന്ന പോലെ പ്രീ റിട്ടയർമെൻറ്റ് ജഡ്ജിങ് ഫോർ പോസ്റ്റ് റിട്ടയർമെൻറ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ അങ്ങനെ എന്തെങ്കിലും റിവാർഡിന് വേണ്ടി ജഡ്ജിമാരെ ഡിസൈഡ് ചെയ്യുന്നു എന്നുള്ള ആരോപണമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഐഡിയോളജിക്ക് ഇപ്പം ഈ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവർ റിവാർഡിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇവർ ഡിസോണസ്റ്റായിട്ട് ചെയ്യുന്നതല്ല, ഇവർ തെറ്റായിട്ട് ചെയ്യുന്നതല്ല, ഇവരുടെ വിശ്വാസം കൺവിക്ഷനാണ്. ഇന്ത്യ ഒരു പഴയ നമ്മുടെ ധർമ്മ അതുകൊണ്ട് ഒരു പഴയ മൂല്യങ്ങൾ, ഹിന്ദു ബ്രാഹ്മണിക്കൽ മൂല്യങ്ങൾ അനുസരിച്ച് ആണ് ഇന്ത്യ നിലനിൽക്കേണ്ടത് എന്ന് പലരും ഓപ്പൺലി. ഇപ്പോൾ ഒരു ഹിജാബ് ജഡ്ജ്മെൻറ്റിൽ ഒരു ജഡ്ജ് സുപ്രീം കോർട്ടിൽ എഴുതി ധർമ്മ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് എഴുതി. അപ്പോൾ ധർമ്മം എന്ന് വെച്ചാൽ ആരുടെ ധർമ്മം? ആരുടെ ധർമ്മമാണ്? എത്രയോ കോൺസെപ്റ്റ് ഓഫ് ധർമ്മയുണ്ടല്ലോ. അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റ് കോൺസെപ്റ്റ്സ് അല്ല, അത് സനാതന ധർമ്മമാണ്. ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് സുപ്രീം കോടതി അതിൽ ആ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആയിട്ട് തരം താഴ്ത്തി കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് പകരം ഏറ്റവും ഹയസ്റ്റ് സോഴ്സായിട്ട് ഈ സനാതന ധർമ്മത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അത് ഈ ആർട്ടിക്കിൾ 16 റൈറ്റ്സ് ഓഫ് മാൻ, ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ഉണ്ടല്ലോ 1789, അതിൽ ആർട്ടിക്കിൾ 16 പറയുന്നത് ഈ സെപ്പറേഷൻ ഓഫ് പവറും ഈ ആളുകളുടെ റൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യാത്ത ഒരു രാജ്യത്തിന് കോൺസ്റ്റിറ്റ്യൂഷനേ ഇല്ല എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം കംസ്. ഒരു ഓർഡിനറി നിയമം എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവുന്നത്? ഒരു വൺ മെത്തേഡ് അതിനെ അമെൻഡ് ചെയ്യാൻ കുറേ കൂടെ മെജോറിറ്റി വേണം. പക്ഷേ അത് മാത്രമല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആകണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഹാവ് സർട്ടൻ ക്വാളിറ്റീസ്. ആ ക്വാളിറ്റി ഹാസ് ടു ബി ദറ്റ് ഇറ്റ് ലിമിറ്റ്സ് ദ പവർ ഓഫ് ദ എക്സിക്യൂട്ടീവ്. എന്തിന്? ഈ പറഞ്ഞ പോലെ സെപ്പറേഷൻ ഓഫ് പവർ എൻഷുർ ചെയ്യാൻ, റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതൊക്കെ അങ്ങനെ ലിമിറ്റഡ് പവറും പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഉണ്ടെങ്കിലേ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറയാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ എത്രയോ ആളുകൾ ജയിലിൽ കിടക്കുന്നു, എത്രയോ നാളായിട്ട് വർഷങ്ങളായിട്ട് ജേർണലിസ്റ്റ് ഉൾപ്പെടെ എത്രയോ ആളുകൾ ജയിലിൽ കിടക്കുന്നു. നമ്മുടെ റൈറ്റ്സ് ആർ നോട്ട് പ്രൊട്ടക്റ്റഡ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇല്ല. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഇനി ഇൻ്റർനാഷണൽ ലോയിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഭരണഘടനയാണ്. പക്ഷേ അത് ഡസ് ഇറ്റ് ഫുൾഫിൽ ദ സബ്സ്റ്റാൻറ്റീവ് ഡെഫിനിഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഇപ്പോൾ നമുക്ക് ചോദ്യം വരുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വെറും അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആക്കാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഭരണഘടന എങ്ങനെയാണ് ഒരു ഹിന്ദു ഡോക്യുമെൻ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ജുഡീഷ്യറിയിലൂടെ ഭരണഘടനയെ വളരെ എളുപ്പത്തിൽ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ വാസ്തവത്തിൽ ഇന്ന് സമകാലിക ഇന്ത്യയിലുണ്ട്. അതായത് സംഘപരിവാറിന് ഇപ്പോൾ താങ്കൾ ഈ ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ഏറ്റവും എളുപ്പ വഴി ജുഡീഷ്യറിയെ സ്വാധീനിക്കുക എന്നുള്ളതാണ് എന്ന് സംഘപരിവാർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഈ ജുഡീഷ്യൽ വ്യാഖ്യാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ അൺറിട്ടൺ കൺവെൻഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ഒരു ഭരണഘടനയും ഒരു നിയമത്തിനെയും ഇൻറ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്ന് അൺറിട്ടൺ കൺവെൻഷൻസ് ഉണ്ട്. ആ കൺവെൻഷൻസ് വയലേറ്റ് ചെയ്താൽ പിന്നെ ഒരു അനാർക്കിയാണ്. ഏത് വിധത്തിലും നമുക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഈ തിയോക്രാറ്റിക് ജഡ്ജസിൻ്റെ കയ്യിൽ കിട്ടിയാൽ അതൊരു ഹിന്ദു റിപ്പബ്ലിക്കാണെന്ന് അവർ വ്യാഖ്യാനിക്കും. എന്ന് വെച്ചാൽ അവർക്കൊരു കൺവെൻഷൻസ് ഒരു ലിമിറ്റും ഇല്ല. അവർ എന്ത് വേണമെങ്കിലും പറയും. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു അഡൻഡം വെച്ചിരിക്കുന്നു. ഇത് എവിടെ നിന്ന് വരുന്നു, എന്ത് ബേസിസിലാണ് ഈ അഡൻഡം, അതിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഇത് സിഗ്നേച്ചർ കഴിഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ഒരു അഡൻഡമാണ്. ഇതിൻ്റെ ഓത്തർ ആരാണ്, എന്താണെന്ന് ഒരു വ്യക്തതയില്ല. അപ്പോൾ ഈ ഡിസിപ്ലിൻ എല്ലാം നമ്മൾ വയലേറ്റ് ചെയ്യാണ്. വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ യു ആർ സ്പീക്കിംഗ് നോട്ട് ഫ്രം ദി ഡിസിപ്ലിൻ ഓഫ് ജഡ്ജിങ് ബട്ട് ഫ്രം ദ പ്യുവർ പവർ ഓഫ് ജഡ്ജിങ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇതിൽ എനിക്കിവിടെ പഴയ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വരാം. അതായത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, സാഹോദര്യം, ഈ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യറി ആണെങ്കിൽ ഒരിക്കലും
ഈ രീതിയിൽ അതിന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പോൾ ഭരണഘടനയുടെ മൂല്യങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് സ്വാംശീകരിക്കപ്പെടാതെ പോകുന്നത്? ഇതാണ് ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഞാൻ കാണുന്നത് ഈ 75 വർഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വളരെ ക്ലിയറാണ്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ള റൈറ്റ്സ്, സമത്വമായാലും സ്വാതന്ത്ര്യമായാലും സാഹോദര്യമായാലും സ്വാഭിമാനമായാലും, ഇതിനെല്ലാം ജുഡീഷ്യറി വെട്ടിക്കുറയ്ക്കുകയാണ്. അത് തുടക്കം മുതൽ. അപ്പോൾ ആദ്യത്തെ വൺ ഓഫ് ദ ഫസ്റ്റ് കേസസിനെ എടുക്കുക, ചെമ്പകം ദുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. അത് ജാനുവരി 26 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നു. 4 മാസത്തിനുള്ളിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഞാൻ ബ്രാഹ്മണാണ്, എനിക്ക് എൻ്റെ എതിരെ ഒരു ഈ കമ്മ്യൂണൽ റിസർവേഷനുണ്ട്. അതിൽ ബ്രാഹ്മിൻസിന് 2 സീറ്റേ ഉള്ളൂ 14. അപ്പോൾ എൻ്റെ ചാൻസ് കുറയുന്നു. ഇത് പിന്നെ നോൺ ബ്രാഹ്മിൻസിനും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും എല്ലാവർക്കും ഹരിജൻസിനും സീറ്റ് കൊടുക്കുന്നു. അത് ആർട്ടിക്കിൾ 15 29 വിപരീതമാണ്. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 15 പറയുന്നത് നോ ഡിസ്ക്രിമിനേഷൻ ഓൺലി ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റ്. വിതിൻ 2 months മദ്രാസ് ഹൈക്കോർട്ട് അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നു. അത് സുപ്രീം കോർട്ടിൽ സ്റ്റേറ്റ് ഓഫ് മദ്രാസ് പോകുന്നു. വിതിൻ 8 months സുപ്രീം കോടതി അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ ഫസ്റ്റ് അമെൻമെൻറ്റ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ 1920 മോണ്ടക്യൂ ചെംസ്ഫോർഡ് റിഫോംസ് കാരണം ഇലക്ഷൻസ് നടക്കുന്നു. ആ ഇലക്ഷനിൽ പ്രാതിനിധ്യം വേണം, റിസർവേഷൻ വേണം, ബ്രാഹ്മിൻ മൊണോപ്പൊളി ഉണ്ടെന്ന് പറഞ്ഞ് അതിനെതിരെ ക്യാമ്പയിൻ ചെയ്തിട്ട് ജസ്റ്റിസ് പാർട്ടി, ഒരു മലയാളിയും ഒരു കൂടെ ഫോം ചെയ്ത ജസ്റ്റിസ് പാർട്ടി അധികാരത്തിൽ വരുന്നു. ജസ്റ്റിസ് പാർട്ടി അധികാരത്തിൽ വന്നിട്ട് റിസർവേഷൻ കൊണ്ടുവരുന്നു. റിസർവേഷൻ കൊണ്ടുവന്നിട്ട് ആദ്യം പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, 28 എഡ്യൂക്കേഷൻ. 22 വർഷം ബ്രാഹ്മിൻസിന് ഈ റിസർവേഷനെ ചാലഞ്ച് ചെയ്യാൻ ഒരു ഗ്രൗണ്ട്സും ഇല്ല. എന്ന് വെച്ചാൽ 1935 ആക്ടിൽ ഇക്വാളിറ്റി ഇല്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നതിലൊന്നുമില്ല. ആ സമയത്ത് ഹരിജൻസിന് ഒരിക്കലും കിട്ടാത്ത അഡ്മിഷൻ കിട്ടുന്നു, മുസ്ലിംസിന് കിട്ടുന്നു, നോൺ ബ്രാഹ്മിൻ ഹിന്ദുസിന് കിട്ടുന്നു. ബ്രാഹ്മിൻസിന് തന്നെ 2.5% ഉള്ള ബ്രാഹ്മിൻസിന് 19% റിസർവേഷൻ കിട്ടുന്നു. പക്ഷേ ബാക്കിയുള്ളവർക്ക് കൂടെ കിട്ടുന്നു. അതിന് മുമ്പ് അവർക്ക് 65% ഷെയർ ആയിരുന്നു റിസർവേഷനിൽ. ഇത് ബ്രിട്ടീഷ് സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒക്കാത്ത ഒരു നിയമത്തിനെ ഈ ബ്രാഹ്മിൻ ഡോമിനേഷനെതിരെ അംബേദ്കർ എഴുതി വെച്ച 1529 ഉപയോഗിച്ച് ജുഡീഷ്യറി ബ്രാഹ്മിൻസിൻ്റെ ഫുൾ 65% തിരിച്ചു കൊടുക്കുന്നു. ഈ മുന്നോക്ക ജാതിക്കാർക്ക് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന മുന്നോക്ക അതെ, ജാതിക്കാർക്ക് ആ കേസിൽ ബ്രാഹ്മിൻ ആണെന്ന് പറഞ്ഞിട്ടാണ് പെറ്റീഷന് പറയുന്നത്. ജസ്റ്റിസ് വിശ്വനാഥ ശാസ്ത്രി മദ്രാസ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നു, ഇത്രയും 172 ബ്രാഹ്മിൻസിന് നഷ്ടം. ബ്രാഹ്മിൻ എന്ന് പറഞ്ഞിട്ടാണ് ജഡ്ജ്മെൻറ്റ് എഴുതുന്നത്, ഞാൻ പറയുന്നതല്ല. ജഡ്ജ്മെൻറ്റിൽ അങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അതൊരു നല്ല എക്സാമ്പിളാണ്. വിതിൻ മന്ത്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിങ് ടു ഇഫക്റ്റ്, ഈ ജനങ്ങൾക്ക് എഴുതി വെച്ചിരുന്ന ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 29 ഈ മൊണോപ്പൊളിക്ക് എതിരെ എഴുതി വെച്ച 15 29 ഇവർക്ക് എതിരെ ഉപയോഗിക്കുകയാണ്, റിസർവേഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ. എന്നിട്ട് അഫർമേറ്റീവ് ആക്ഷൻ പിന്നെ 78 അമേരിക്ക പറഞ്ഞ പ്രിൻസിപ്പിൾ ചെമ്പകം ദുരൈരാജൻ ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. യു കനോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് ദി ഡോമിനൻറ്റ് ഗ്രൂപ്പ്. എന്നിട്ട് വേറൊരു ജഡ്ജ്മെൻറ്റിൽ പറയുന്നു, വേർ discrimination, where reverse discrimination begins, there affirmative action ends. അതായത് റിസർവേഷൻ കൊടുത്തോളൂ, പക്ഷേ ഡോമിനൻറ്റ് ഗ്രൂപ്പിനെതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് തുടക്കം മുതൽ നമ്മൾ കാണുന്നു, ഈ ജുഡീഷ്യറി ഈസ് യൂസിങ് ഇറ്റ്സ് പവർ ടു പുഷ് ബാക്ക് ദി സോഷ്യൽ റെവല്യൂഷൻ, ടു പുഷ് ബാക്ക് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്. അത് തുടരുന്നു. ആ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി തുടരുന്നു. അവിടെ ഇവിടെ എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷേ കണ്ടിന്യൂസ്ലി തുടരുന്നു. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയല്ലോ. ആ ഒരു മൊമെന്റ് വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ വല്ലാതെ പിന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് 2 മിനിറ്റ് തരാമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഫ്രം എ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ. നമ്മളിപ്പോൾ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണല്ലോ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് കാസ്റ്റ്? അപ്പോൾ ഈ സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ഒന്നും ഇന്ന് വരെ ഇത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. തുടക്കം മുതലുള്ളവരെല്ലാവരും പറയുന്നു, പല ഡെഫിനേഷൻസ് പറയും, പക്ഷേ ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഞാൻ ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് ലോ, ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് വി നീഡ് എ ക്ലിയർ ഡെഫിനേഷൻ. അതുകൊണ്ട് ഐ ഹാവ് കം അപ്പ് വിത്ത് എ ലീഗൽ ഡെഫിനേഷൻ ഓഫ് വാട്ട് ഇസ് കാസ്റ്റ്.
കാസ്റ്റ് എന്ന് പറയുന്നത് സമുദായങ്ങളുടെ സ്വത്വവും സമുദായങ്ങളുടെ ഒരു ലെവലിൽ ഉള്ളതല്ല. ജാതിയും വർണ്ണവും ആ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല കാസ്റ്റ്. എൻ്റെ അഭിപ്രായത്തിൽ എന്താണ് കാസ്റ്റ്? കാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഏത് സൊസൈറ്റിയിലും ലോകത്ത് എല്ലായിടത്തും സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ കാസ്റ്റ് സിസ്റ്റം ചെയ്യുന്നത് ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെ 5 കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. 1, 2, 3, 4 and 5. ആ കാറ്റഗറൈസ് ചെയ്തിട്ട് ഈ സോഷ്യൽ ഗ്രൂപ്പ്സ് ഏത് കാറ്റഗറിയിൽ വരുന്നു അതനുസരിച്ച് ഓരോ കാറ്റഗറിക്കും റൈറ്റ്സ് കൊടുക്കുകയാണ് ആൻഡ് പ്രിവിലേജസ് കൊടുക്കുകയല്ല അക്സെപ്റ്റ് ചെയ്യുന്നു. യു ഹാവ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. 1, 2, 3, 4 റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഉണ്ട്. കാറ്റഗറി 5 ഒരു റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസും ഇല്ല. അപ്പോൾ ഈ കാറ്റഗറൈസേഷൻ സിസ്റ്റമാണ് ഈ ജാതി വർണ്ണ സിസ്റ്റം. ഇതിൻ്റെ തിയറി, ഋഗ്വേദത്തിലുള്ള തിയറി 4 ജാതി എന്ന് വെച്ചാൽ ജന്മരീതി എന്നാണ്. 4 ജന്മരീതിയുണ്ട്. അതുകൊണ്ട് 4 ജാതികളുണ്ട്. അതിൻ്റെ ആ ജാതികളുടെ സ്റ്റേറ്റസ് ആൻഡ് റൈറ്റ്സ് ആണ് വർണ്ണനമാണ് വർണ്ണം എന്നാണ് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽസിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഈ 4 ജാതികളും പിന്നെ ജാതി ഇല്ലാത്തവർ ഒരു 5ാമത്തെ കാറ്റഗറി, അതിൻ്റെ വർണ്ണനം ഇത് അവരുടെ സ്റ്റേറ്റസ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെ എടുത്ത് ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സും കൊടുക്കില്ല. സോഷ്യൽ ഗ്രൂപ്പ്സിനെ എടുത്ത് കാറ്റഗറൈസ് ചെയ്തിട്ട് അവരുടെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് കൊടുക്കുകയും എടുത്ത് കളയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ വർണ്ണ ജാതി സിസ്റ്റം. ഇതിനെ സുപ്രീം കോടതി സപ്പോർട്ട് ചെയ്യാണ്. ഈ വർണ്ണം നല്ല കാര്യമാണ്, ലോഡബിൾ ആണെന്ന് സുപ്രീം കോടതി ജഡ്മെൻറ്റ്സിൽ പറയുന്നു. വർണ്ണ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ പീപ്പിൾ എന്ന് സുപ്രീം കോടതി ജഡ്മെൻറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു. സുപ്രീം കോടതി ഹിന്ദു എന്നുള്ളൊരു ആദ്യം നമ്മളോട് പറയുന്നു നിങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. 1947 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംബേദ്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നാഗപ്പൻ മുനിസ്വാമി പിള്ള പറയുന്നു ഹിന്ദുസ് ആർ വി ആർ അഫ്രേഡ്, ഷെഡ്യൂൾ കാസ്റ്റ് ഹരിജൻസ് വി ആർ അഫ്രേഡ്, ഹരിജൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, വി ആർ അഫ്രേഡ് ബിക്കോസ് ഹിന്ദുസ് ആർ കമ്മിങ് ടു പവർ. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മളാരും ഹിന്ദുസ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദുസ് ആർ കമ്മിങ് ടു പവർ, വിൽ ദേ ബ്രിങ് ബാക്ക് ഹിന്ദു രാഷ്ട്ര, വിൽ ദേ ബ്രിങ് ബാക്ക് വർണ്ണാശ്രമ ധർമ്മ. 27 ഓഗസ്റ്റ് 1947 ഇത് പറയുന്നത്, 12th day of independence. യു ക്യാൻ ഗോ ടു ദി ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ആൻഡ് റീഡ് ഇറ്റ്. അപ്പം നമ്മൾ ഹിന്ദുക്കളല്ല. പിന്നെ നമ്മൾ ഹിന്ദുക്കൾ എങ്ങനെയായി? സെൻസസ് 51 വന്നപ്പോൾ നമ്മൾ റെസിജ്വലായിട്ട് ഹിന്ദുക്കളായി. 54 സുപ്രീം കോർട്ട് ഡിഫൈൻസ് റിലിജൻ ടു സേ ഓർഗനൈസ്ഡ് റിലിജൻ മാത്രമാണ് റിലിജൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ വാസ്തവത്തിൽ പേഗൻസ് ആണ് in the technical sense, because നമ്മൾ ഓർഗനൈസ്ഡ് റിലിജൻ ഇല്ല. നമ്മൾ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ പോവും, മോസ്കിൽ പോവും, എല്ലാ അമ്പലങ്ങളിലും പോവും, എല്ലായിടത്തും പോവും. നമുക്ക് ഓർഗനൈസ്ഡ് റിലിജൻ ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ സുപ്രീം കോർട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞ് റിലിജൻ എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ആണ്. ജസ്റ്റിസ് BK മുഖർജി ഡിഫൈൻസ് ഇറ്റ്. അത് ഡിസൈഡഡ് ബൈ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു ഫിക്സ് സെറ്റ് ഓഫ് ബിലീഫ്സ്, പ്രാക്ടീസസ്, റിച്വൽസ് ഇല്ലാത്ത ആൾക്കാർ റിലിജൻ ഇല്ല എന്ന് പറയുന്നു. പിന്നെ 64 ജസ്റ്റിസ് ഗജേന്ദ്ര ഗഡ്കർ പറയുന്നു ഹിന്ദു എന്ന് വെച്ചാൽ വേദത്തിൽ വിശ്വാസമുള്ളവരാണെന്ന് പറയുന്നു. എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എനിക്ക് അന്ന് 13 വയസ്സേ ഉള്ളൂ, 66 എനിക്ക് വേദത്തിൽ വിശ്വാസമുണ്ടെന്ന് സുപ്രീം കോടതി പറയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് വേദത്തിൽ വിശ്വാസമുണ്ട്. ഐ ലുക്ക് വിത്ത് റെവറൻസ് ടു ദ പാസ്റ്റ്, ഐ ലുക്ക് വിത്ത് ഹോറർ ടു ദ പാസ്റ്റ്, നോട്ട് വിത്ത് റെഫറൻസ് ടു ദ പാസ്റ്റ്. ഇതൊക്കെ സുപ്രീം കോടതി പറയാണ്. അപ്പോൾ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു ഇൻ എ ബ്രാഹ്മിനിക്കൽ വേ. റിലിജനെ കൺസ്ട്രക്ട് ചെയ്ത് പേഗൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, വർണ്ണത്തിനെ പ്രേസ് ചെയ്യുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓവർ ദി ഇയേഴ്സ് സുപ്രീം കോർട്ട് ഹാസ് ബിൽറ്റ് ദ പ്ലാറ്റ്ഫോം ഫോർ ദ ഹിന്ദുത്വ മൂവ്മെൻറ്റ്. അല്ലെ, വർണ്ണവും വരേണ്യതയും ഇല്ലാതാക്കുന്നതിനുള്ളൊരു പോരാട്ടമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് അതാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് അതാണ്. ഈ വർണ്ണവും വരേണ്യതയും ആത്യന്തികമായിട്ട് ഇല്ലാതാക്കണം എന്നുള്ളത്. പക്ഷെ അതിനു പകരം ഇത് രണ്ടും നിലനിർത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് ഭരണഘടനയെ മാറ്റി തീർക്കുകയാണ്. അതെ, അല്ല, ഭരണഘടന വ്യാഖ്യാനിക്കുന്നു. ഒരു ചോദ്യം കൂടെ, അതിൻ്റെ തുടർച്ചയായിട്ടാണോ ഈ നമ്മുടെ CAA വന്നപ്പോൾ ഈ പിന്നെ മതം പൗരത്വത്തിനൊരു അടിസ്ഥാനമായിട്ട് വന്നത് പൗരത്വ നിയമത്തിലെ? അതെ, അല്ല, അപ്പോഴത്തേക്ക് ഹിന്ദു എന്നുള്ളത് കാറ്റഗറി ഫേം ആയി കഴിഞ്ഞു. അപ്പം നമ്മളെല്ലാം കൺവേർട്ട് ഈ പേഗൻസിനെ എല്ലാം ഹിന്ദുക്കളാക്കി. ബൈ ഡെഫിനിഷൻ സെൻസസും കോടതിയും കൂടെ നമ്മളെ ഹിന്ദുക്കളാക്കി. നമ്മൾ നമ്മുടെ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ജുഡീഷ്യറിയുടെ ഒരു ഹിന്ദുത്വ ഒരു ഓവർട്യൂൺ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടല്ല, അല്ല, അതെ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ അവർ കൺസേർവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? ഈ വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ. ഞാൻ ഒരു ഇന്ത്യയെ നശിപ്പിക്കാനോ ഒന്നുമല്ല. അവരുടെ ബിലീഫ്, ആ ജസ്റ്റിസ് ചിദംബരേഷ് പറഞ്ഞില്ലേ ഒരു സ്പീച്ചിൽ,
ഭരിക്കേണ്ട ആൾക്കാരുടെ ക്വാളിറ്റീസ് എന്താണ്, വെജിറ്റേറിയൻ ആയിരിക്കണം, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. അപ്പോൾ ഇവരുടെ സിൻസിയർ ബിലീഫ് ഇസ് ഇതാണ് കറക്റ്റ് സോഷ്യൽ ഓർഡർ. അപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന ഭരണഘടനയും വർണ്ണഘടനയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. വർണ്ണഘടന എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. അതൊരു റിലീജിയസോ സോഷ്യൽ അല്ല. വൈ? ബിക്കോസ് ഇറ്റ് ഗിവ്സ് ആൻഡ് ടേക്സ് അവേ റൈറ്റ്സ്. അധികാരങ്ങളെ അവകാശങ്ങളെ കൊടുക്കുകയും എടുത്തു കളയുകയും ചെയ്യുന്നതാണ് ഈ വർണ്ണഘടന. അത് എങ്ങനെ എല്ലാ സമുദായങ്ങളെയും 5 കാറ്റഗറിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് ചിലർക്ക് റൈറ്റ്സ് കൊടുക്കുന്നു, ചിലർക്ക് നമ്പർ 5 കാറ്റഗറിക്ക് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഫോം ഓഫ് ഗവൺമെൻറ്റാണ് ഭരണഘടന. ഭരണഘടന മറിച്ച് എല്ലാവർക്കും ജാതി മത ഭേദമില്ലാതെ ഈക്വൽ റൈറ്റ്സ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഇവരിൽ പലരും വിശ്വസിക്കുന്ന ഈ സിസ്റ്റം വന്നാൽ ഇന്ത്യ നശിച്ചു പോകും, എനാർക്കി ഉണ്ടാവും. നമുക്ക് സ്റ്റെബിലിറ്റി വേണമെങ്കിൽ ഈ വർണ്ണഘടന വേണം. അപ്പോൾ സുപ്രീം കോടതി പറയുന്നു വർണ്ണ ഇസ് നോട്ട് കാസ്റ്റ് എന്ന് പറയുന്നു. സോ മെനി വേർഡ്സ്, എക്സാക്ട് വേർഡ്സ്. വർണ്ണ ഇസ് നോട്ട് കാസ്റ്റ്. വർണ്ണയെ പ്രേസ് ചെയ്യുന്നു. ജാതിയെ കാസ്റ്റ്, ഈ സമുദായങ്ങളുടെ സ്വത്വത്തിന് ജാതിയാണെന്ന് പറഞ്ഞ്, ജാതി എന്ന് വെച്ചാൽ ഒരു കൂട്ടം, ജാതി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ജന്മരീതി എന്നാണ്. അപ്പോൾ ജന്മരീതിയിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ജാതികൾ എന്ന് പറയുന്നത്, ബാക്കി സമുദായങ്ങളാണ്. പക്ഷേ ഇതിനെ ജാതി സമുദായങ്ങളാണെന്ന് പറഞ്ഞിട്ട് അത് മോശമാണ്, കാസ്റ്റ്ലെസ് സൊസൈറ്റി വേണം, പക്ഷേ വർണ്ണം വേണം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ പുറയിലുള്ളത് ഇവിടെ ഒരു ഓളിഗാർക്കിക് ഭരണമാണ്. 4 കമ്മ്യൂണിറ്റീസിൻ്റെ കയ്യിലാണ് ഈ പവർ ഇരിക്കുന്നത് ഇന്ത്യയിൽ, അറ്റ് ദ ഇന്ത്യൻ യൂണിയൻ ലെവൽ. ആ 4 കമ്മ്യൂണിറ്റീസും അവർ വർണ്ണത്തിൽ നിന്നാണ് അവരുടെ വെരി എക്സിസ്റ്റൻസ് വരുന്നത്. ഈ വർണ്ണ സിസ്റ്റം പോയി കഴിഞ്ഞാൽ അവർക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല, ബിക്കോസ് ദേ ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ വർണ്ണ സിസ്റ്റം. അപ്പോൾ അവരതിനെ നിലനിർത്തുന്നു. അപ്പം ഈ നമുക്ക് സമുദായങ്ങളായിട്ട് ഒരു വഴക്കുമില്ല, ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഏത് സമുദായമായാലും നമ്പർ 1, 2, 3, 4 കാറ്റഗറി നമുക്ക് സ്നേഹമേ ഉള്ളൂ. പക്ഷേ ഈ കാറ്റഗറൈസേഷൻ സിസ്റ്റമാണ് സ്നേഹീകരണവും ഈ പൊളിറ്റിക്കൽ സിസ്റ്റം ടു ഗിവ് ആൻഡ് ടേക്ക് അവേ റൈറ്റ്സ് വരുന്നത്. അതിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് അക്രോസ് 75 ഓവർ 200 and some ജഡ്ജസ് അക്രോസ് 75 years എല്ലാവരും അത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു സീരീസ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ്, അതിൽ 5-6 ജഡ്ജസിനൊരു മെയിൻ റോളുണ്ട്. അപ്പോൾ നമ്മളിത് കാണുന്നത് ഈ ഒരു ഓളിഗാർക്കിയുടെ ഭരണം നിലനിർത്തുക, കൺട്രോൾ നിലനിർത്തുക, അത് നിലനിർത്തിക്കൊണ്ട് വികസനം നമുക്ക് വേണം. പക്ഷേ അത് എക്സിക്യൂട്ടീവിലായാലും ജുഡീഷ്യറിയിൽ ആയാലും ലെജിസ്ലേച്ചറിലായാലും ഈ സെയിം ഗ്രൂപ്പ്സാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതെ, ഇപ്പോൾ പറഞ്ഞ എല്ലാം കൊണ്ടിരുന്നത് നമ്മളൊരു ഡിഫാക്റ്റോ തിയോളജിക്കൽ നേഷൻ എന്നുള്ളത് ഏറെക്കുറെ നിലവിൽ വന്നു എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ സാർ. അതെ അതെ അതെ. അപ്പോൾ ഇപ്പം ഈ പാർലമെൻറ്റിലൊക്കെ ഇതിനെതിരെ വലിയ ഡിബേറ്റും ഭരണഘടന ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ അതിനെല്ലാം മറുപക്ഷം എതിർക്കുന്നത് എന്താണ്? 75-ലെ കാര്യങ്ങളും ആദ്യം ഇത് ചെയ്തത് അവിടുന്ന്. അപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപക്ഷത്തിനുമില്ല. മനസ്സിലായി? അന്ന് അതിനെയൊക്കെ ചെയ്യാൻ ജസ്റ്റിസ് HR ഖാനെ പോലുള്ള ആൾക്കാർ അന്നുണ്ടായിരുന്നു. ഇന്ന് അതില്ലാതെ പോയതാണോ? അതുപോലുള്ള ഒരു ക്രീം, അല്ലെങ്കിൽ ഇതിനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും ബയാസ്ഡ് അല്ലാത്ത ഒരു ടീം ജുഡീഷ്യറി ഇല്ലാത്തതാണോ ഇന്ന് ഇത് ഇങ്ങനെ വഴിവിട്ടു പോകാൻ കാരണമെന്ന് സാറ് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ അല്ല, അന്നും നമുക്ക് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ. അപ്പോൾ അന്നും ഈ ഫ്രീഡത്തിനെ കുറിച്ച്, ലിബർട്ടിയെക്കുറിച്ചെല്ലാം വളരെ വളരെ ഒരു കൺസർവേറ്റീവ് അപ്രോച്ചായിരുന്നു അവരുടെ എന്നും. ഇപ്പോൾ നമ്മൾ പല ഈ ഇൻസർജൻസിക്കെതിരെയുള്ള ഓപ്പറേഷൻസ് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അത് വളരെ കോംപ്ലെക്സ് ആണ്, ഒരു സിമ്പിളായിട്ട് അത് നടത്താൻ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. എന്നാലും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒന്നും ഇൻ്റർഫിയർ ചെയ്തല്ലോ. എത്രയോ ഇന്നസെൻ്റ് ആൾക്കാരുടെ ജീവിതം നഷ്ടപ്പെട്ടല്ലോ. അപ്പം ഇത് ഒരു ജനറലി നമുക്കൊരു ഓളിഗാർക്കി ഭരിക്കുന്നതുകൊണ്ട് ഒരു ഒത്തോറിറ്റേറിയൻ അപ്രോച്ച് ഉണ്ട്. അതിൻ്റെ എതിരെയാണ് ഈ ഓളിഗാർക്കിയെ ഇല്ലാതാക്കാനാണ് ഡോക്ടർ അംബേദ്കർ ഒരു പ്രതിവിധി തരുന്നു. ആ പ്രതിവിധിയെ നമ്മൾ തുടക്കം മുതൽ സപ്രസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം എന്താ പറയുന്നത്? അത് 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഇദ്ദേഹം വളരെ സ്പഷ്ടമായി പറഞ്ഞു, ഒരു മെമ്മറാൻഡം കൊടുത്തു. ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് വിൽ ബി ആൻ ഓളിഗാർക്കി ആഫ്റ്റർ ദ ബ്രിട്ടീഷ് ലീവ് എന്ന്. ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കാണ്, ഓളിഗാർക്കി എന്ന്, എൻ്റെ വാക്കല്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, ഞാൻ അതിനെ ആവർത്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രതിവിധി എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്ത് മോസ്റ്റ്ലി 5-ലാക്കി അവരുടെ റൈറ്റ്സ് എല്ലാം എടുത്തു കളയുന്ന ഒരു സിസ്റ്റത്തിനെ മാറ്റി ആ കമ്മ്യൂണിറ്റീസിനെ പവർ ഷെയറിങ് കൊടുക്കണം. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ആ ഷിഫ്റ്റ് നമ്മൾ ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ അംബേദ്കറൈറ്റ് മൂവ്മെൻറ്റും ഈ
ഈ കാറ്റഗറി 5 മൂവ്മെൻറ്റ്സ് ചിലർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി ലെഫ്റ്റ് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഇല്ലാതെ കോൺഗ്രസ് ഉൾപ്പെടെ ലെഫ്റ്റ് ഉൾപ്പെടെ റൈറ്റ് ഉൾപ്പെടെ ഇവരെല്ലാവരും ഇതിലേക്ക് കയറുന്നില്ല. ഈ വർണ്ണ സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവരാരും മുന്നോട്ട് വന്നിട്ടില്ല. ഈ ഡ്യൂ റെപ്രസെൻറ്റേഷൻ, ഈ അർഹമായ പ്രാതിനിധ്യം എന്നുള്ളത് ഏറ്റവും ഇല്ലാത്തൊരു സംഗതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭാവം ഏറ്റവും പ്രകടമായി അനുഭവപ്പെടുന്നത് ജുഡീഷ്യറി തന്നെയല്ലേ? അതെ, ആണ് വളരെ ശക്തമായിട്ട് ഇന്ന് പോലും അത് അനുഭവപ്പെടുന്നു. അപ്പോൾ പ്രാതിനിധ്യ ജനാധിപത്യം, അത് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഡോക്ടർ അംബേദ്കർ പറയുന്നത് ഇറ്റ് ഇസ് ഡിപ്രസ് ക്ലാസ്സസിന് പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ്. ഇലക്ട്രൽ ഡെമോക്രസി വേണം, ബട്ട് വി നീഡ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അപ്പോൾ അംബേദ്കറിൻ്റെ പ്രിൻസിപ്പിൾ ഒരു കോട്ടായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ ഉദാഹരണത്തിൽ 8 ഷെഡ്യൂൾ ട്രൈബ് ജഡ്ജസ് സുപ്രീം കോർട്ടിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 34. അപ്പോൾ 8 പേര് SC/ST, 5 പേര് മൈനോറിറ്റീസ്, 20 പേര് ഈ കാറ്റഗറി 5-ലുള്ള അതേഴ്സ്, പിന്നെ ഒരാൾ ഈ ഓളിഗാർക്കി കമ്മ്യൂണിറ്റീസ്. അങ്ങനത്തെ ഉള്ളൊരു സുപ്രീം കോടതി ഇങ്ങനത്തെ ഒരു അയോധ്യ ജഡ്ജ്മെൻറ്റ് കൊടുക്കുമോ ഇല്ലയോ നമ്മൾ ആലോചിക്കേണ്ടതാണ്. വി ഡോണ്ട് നോ. അല്ല, സർക്കാർ ഇപ്പോഴത്തന്നെ അല്ല, നേരത്തെ തന്നെ അവർ പറയുന്ന ഈ അപ്പോയിൻമെൻറ്റ് സിസ്റ്റം ജഡ്ജസിൻ്റെ അത് നിലവിലുള്ളത് മാറ്റണം എന്നാണ്. അപ്പോൾ അത് വീണ്ടും മാറി വന്നാൽ ഇതിനേക്കാൾ വളരെ രൂക്ഷമാകില്ലേ സ്ഥിതി? അല്ല, ഇത് മാറിയാലും മാറിയില്ലെങ്കിലും ഈ ഓളിഗാർക്കി കൺട്രോൾ പോകാൻ പോകുന്നില്ല. അപ്പോൾ അത് മാറണമെങ്കിൽ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ പോലെ ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം എല്ലാവർക്കും വേണം. ഇപ്പോൾ ഈ ജസ്റ്റിസ് യാദവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഇന്ന് വരെ എൻ്റെ അറിവിൽ യാദവ് എന്ന് പേരുള്ള ഒരാൾ സുപ്രീം കോടതി ജഡ്ജായിട്ടില്ല 75 വർഷത്തിൽ. ഈ യാദവിന് വളരെ പ്രോമിനൻസ് കിട്ടുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ തെറ്റാണ്. അത് എനിക്ക് ടോട്ടലി ഡിസഗ്രി വിത്ത് ഹിം. ഓളിഗാർക്കിക് സിസ്റ്റമാണ് കാരണം. ഈ കൊളീജിയം സിസ്റ്റം ഒരു മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ആണ്. അത് ഇങ്ങനെ ആയാലും അങ്ങനെയല്ല. നമ്മൾ എല്ലാം കണ്ടിട്ടുള്ളതാണല്ലോ. അവരുടെ മനസ്സിലൊരു പ്രൊഫൈലുണ്ട്. അതായത് ഒരു ബീഫ് ഈറ്റിംഗ് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ഞാൻ NJC കൊണ്ടുവരണമെങ്കിൽ പ്രാതിനിധ്യം വേണം. നമ്മുടെ ആദ്യം വേണ്ടത് ജുഡീഷ്യറിയിൽ, ഇപ്പോൾ അമേരിക്കയിൽ പോലും 9 ജഡ്ജസാണ് സുപ്രീം കോർട്ടിലുള്ളത്. കഴിഞ്ഞ റിട്ടയർമെൻറ്റ് ഒരു ജസ്റ്റിസ് സ്റ്റീഫൻ ബ്രയർ എന്ന് പറഞ്ഞ ജഡ്ജാണ് റിട്ടയർ ചെയ്തത്. ഈസ് എ വൈറ്റ് മാൻ. അപ്പോൾ ഒരു വലിയ കൺസെൻസസ് ഉണ്ടായി. എന്താണ്, ഒരു ബ്ലാക്ക് വുമൺ മസ്റ്റ് ബി മെയ്ഡ് ജഡ്ജ്. ബിക്കോസ് ഒരു ബ്ലാക്ക് മെയിലുണ്ട്, പക്ഷേ ബ്ലാക്ക് ഫീമെയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ. അപ്പോൾ അവർ ഒരു അക്രോസ് പാർട്ടി ലൈൻസ് ഒരു കൺസെൻസസ് ഉണ്ടായി. വൈ ഈ സുപ്രീം കോർട്ട് മസ്റ്റ് ബി റെപ്രസെൻറ്റേറ്റീവ്. ബ്ലാക്ക് വിമൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ദേ മസ്റ്റ് ഹാവ് റെപ്രസെൻറ്റേഷൻ. അങ്ങനെ തേടി ഒരു എത്രയോ മിടുക്കരായിട്ടുള്ള ബ്ലാക്ക് വിമൻ ലോയേഴ്സ് ആൻഡ് ജഡ്ജസ് ഉണ്ടായിരുന്നു, ലീഗൽ പ്രൊഫസേഴ്സ്. അതിൻ്റെ ഇടയിൽ ഒരു വളരെ കേപ്പബിൾ ആയിട്ടുള്ള ജസ്റ്റിസ് കറ്റാഞ്ചി ജാക്സനെ ചൂസ് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്തു. ഇന്ന് 9 പേരിൽ നോക്കിയാൽ അവിടുത്തെ ഒരു ഡോമിനൻറ്റ് കമ്മ്യൂണിറ്റിയായ വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രോട്ടസ്റ്റൻറ്റ്, ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഒരൊറ്റ ജഡ്ജില്ല. 9 പേരും മറ്റ് കമ്മ്യൂണിറ്റീസ്. ബിക്കോസ് അവർ കാണുന്നു, ഡൈവേഴ്സിറ്റി വേണം, റെപ്രസെൻറ്റേഷൻ വേണം. ഈ ഇത്രയും വൈവിധ്യമുള്ള അമേരിക്കക്കാൾ എത്രയോ വൈവിധ്യം നമുക്കുണ്ട്. വൈവിധ്യമുള്ള രാജ്യങ്ങളിൽ എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ കേൾക്കണം. ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ഡിസഗ്രിമെൻറ്റ് ആൻഡ് ഡിബേറ്റ്, അത് സുപ്രീം കോർട്ട് ജഡ്ജസിൻ്റെ 34 പേര് ഇരിക്കുന്ന ടേബിളിൻ്റെ ചുറ്റും അത് ഉണ്ടാകേണ്ടതാണ്. എന്നിട്ട് അവരൊരു കൺസെൻസസ് കണ്ടുപിടിക്കണം. ഈ ഒരു അഫർമേറ്റീവ് ആക്ഷൻ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരണം. അതായത് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകാനുള്ള ഒരു അവസരമുണ്ടാകണം. ഈ അവസരം ആര് കൊടുക്കും എന്നുള്ളതാണ് വലിയ ചോദ്യം. എങ്ങനെയാണ് ഇത് നടപ്പിൽ വരുത്തുക? അതിൻ്റെ ഒരു പ്രായോഗികമായ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗം എങ്ങനെയാണ്? അത് സുപ്രീം കോടതി തന്നെ. അപ്പം ഞങ്ങളെ പോലത്തെ ലീഗൽ അക്കാഡമിക്സും ലോയേഴ്സും വി മസ്റ്റ് പ്രസ് ദ സുപ്രീം കോർട്ട് ദറ്റ് യു മസ്റ്റ് ബി റെപ്രസെൻറ്റേറ്റീവ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഇൻ ക്രൈസിസ് ബിക്കോസ് ദ സുപ്രീം കോർട്ട് ഇസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വിധികൾ വരില്ലായിരുന്നു. ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ അറൗണ്ട് ദ ടേബിൾ. ഇപ്പം നമ്മൾ തന്നെ ഇത്രയും പേര് ഇരിക്കുന്നു, നമ്മൾക്ക് ഒരു കൺസെൻസസ്, നിങ്ങൾക്ക് ഒരു കൺസെൻസസ് റീച്ച് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺസെൻസസ് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ആകെപ്പാടെ 1-2 ഈ പറഞ്ഞ പോലെ 4 കമ്മ്യൂണിറ്റീസ് എന്നുള്ള ആൾക്കാരെ ഉള്ളൂ എങ്കിൽ അവരുടെ അറിവും അനുഭവം വെച്ചിട്ടല്ലേ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ നോക്കുള്ളൂ. അപ്പോൾ ഇത്രയും വൈവിധ്യമുള്ളൊരു രാജ്യത്തിൽ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ 12 വലിയ രാജ്യങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വളരെ ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യം ലോകത്തില്ല. ഇവിടെ 1 ഇലക്ഷൻ 1 നേഷൻ, ഒരു ഓളിഗാർക്കി ഒക്കെ ഭരിച്ചാൽ ഇത് നിലനിൽക്കില്ല. ഓളിഗാർക്കിയാണ് തകരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല.
ഓളിഗാർക്കിക്ക് ഭരിക്കാൻ ഒക്കുന്നില്ല ഇന്ത്യയെ. ഇന്ത്യ ഫോളിങ് അപ്പാർട്ട് എന്ന് വെച്ചാൽ ഇന്ത്യ ഇസ് നോട്ട് ഫോളിങ് അപ്പാർട്ട്, ഓളിഗാർക്കിക് റൂൾ ഇസ് ഫോളിങ് അപ്പാർട്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. അതിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞ 5 സിസ്റ്റം 1 2 3 4 5 കാറ്റഗറൈസേഷൻ എന്ന് പറയുന്ന ജാതി വർണ്ണ കാസ്റ്റ് സിസ്റ്റം അതിനെ നിലനിർത്തി എന്നാലേ ഈ കാറ്റഗറീസിന് പവറുള്ളൂ. സാറ് പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വലിയ പ്രത്യേകത തുടക്കത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിന് റിജിഡ് അല്ല, ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്പേസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഒരു വലിയൊരു കാര്യം എന്ന് സാറ് പറഞ്ഞു. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നില്ലേ? അങ്ങനെ അതുകൊണ്ടല്ലേ ഇപ്പം ഇത്തരം വിധികൾ വരാൻ ഒരു കാരണം അതല്ലേ? അല്ല, അത് എന്തുകൊണ്ട് ദുരുപയോഗപ്പെടുത്തുന്നതല്ല, അവരുടെ ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് അവരത് ചെയ്യുന്നു. പക്ഷേ ഡൈവേഴ്സിറ്റി ഇല്ല. എത്ര വന്നാലും ചെറിയൊരു ഗ്രൂപ്പിന് ഒരു പവർ കൊടുത്താൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസും അവരുടെ പെർസ്പെക്റ്റീവ് അല്ലേ വരുള്ളൂ. അപ്പോൾ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൽ എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പം റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വ്യാഖ്യാനങ്ങൾ തെറ്റിപ്പോകുന്നത്. എന്നുവെച്ചാൽ അവരുടെ കൺവിക്ഷൻ. നമ്മൾ വെറും ഈ പറഞ്ഞതുപോലെ ഈ 76 ഉണ്ടായ പോലെ ഭയം കൊണ്ടോ ഫേവർ കൊണ്ടോ ജഡ്ജസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ നോക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇവരുടെ സ്വന്തം മനസാക്ഷി അനുസരിച്ച് വിശ്വാസം അനുസരിച്ച് ഓണസ്റ്റ്ലി ഫങ്ഷൻ ചെയ്യാണ്. അങ്ങനെ സത്യസന്ധമായി മനസാക്ഷിയോട് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗങ്ങളുടെയും റെപ്രസെൻറ്റേഷൻ വേണം. എത്രയോ വലിയ വലിയ കമ്മ്യൂണിറ്റീസിന് ഇതുവരെ ഒരൊറ്റ സുപ്രീം കോടതി ജഡ്ജ് പോലും ആയിട്ടില്ല. ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇന്ന് വരെ ഒരൊറ്റ സുപ്രീം കോടതി ജഡ്ജ് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല 75 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് ഒറ്റ ആളില്ല. അപ്പോൾ എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണ്ടേ? അതായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അതുകൊണ്ടാണ് ഇത് വഴിതെറ്റിപ്പോകുന്നത്, റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട്. എന്നാണ് അംബേദ്കർ 100 വർഷം മുമ്പ് നമുക്ക് ഒരു വാർണിംഗ് തന്നതാണ്, ഇതാണ് നമുക്ക് പ്രാതിനിധ്യം വേണം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന് മീനിങ് കൊടുക്കുന്ന ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി ഈസ് ക്യാപ്ചേർഡ് ബൈ എൻ ഓളിഗാർക്കി ആൻഡ് അവരുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കിട്ടുന്ന വ്യാഖ്യാനങ്ങൾ എല്ലാവരുടെയും കൺസെൻസസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന വ്യാഖ്യാനങ്ങളല്ല. ബാറിലും ഇല്ല റെപ്രസെൻറ്റേഷൻ. ജുഡീഷ്യറി എന്ന് വെച്ചാൽ ഞാൻ ജഡ്ജസ് മാത്രമല്ല, ബാറിലും ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല. എല്ലാ ടോപ്പ് ലോയേഴ്സും, ഞാൻ EWSൻ്റെ കേസ് ഞാൻ ആർഗ്യൂ ചെയ്തു. EWS ബൈ ദ വേ ആണ് ഫസ്റ്റ് ടൈം ഈ 1 2 3 4 ഗ്രൂപ്പ് റൈറ്റ്സ് കൊടുക്കുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഭരണഘടനയിലേക്ക് ഭരണഘടനയിൽ നിന്നും ഭരണഘടനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഭരണഘടന ഈ 1 2 3 4 ഗ്രൂപ്പ് റൈറ്റ്സ് എല്ലാം എടുത്തു കളഞ്ഞു. ആർക്കും ഗ്രൂപ്പ് റൈറ്റ്സ് ഇല്ല. പക്ഷേ ഈ EWS അവർക്ക് സ്പെഷ്യൽ ഗ്രൂപ്പ് റൈറ്റ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ആർഗ്യൂ ചെയ്തപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എവ്രിബഡീസ് ഫ്രം ദിസ് ഓളിഗാർക്കി, ബാറിലായാലും ബെഞ്ചിലായാലും അവർ തമ്മിലൊരു ഡിസ്കഷനാണ് മിക്കവാറും. ടിപ്പിക്കൽ ഇന്ത്യൻ ജഡ്ജ് 75 years is old like me. ഈ ഓളിഗാർക്കിക് 1 2 3 4 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഇസ് കൺസർവേറ്റീവ്, ഇസ് ട്രഡീഷണൽ, മെയിൽ, ഇസ് എ മെയിൽ, വെജിറ്റേറിയൻ, ഇസ് എ മെയിൽ. many of them may be vegetarian, not all. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ ഉള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ വേൾഡ് വ്യൂ അവർ സിൻസിയർലി മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷെ അത് ഇന്ത്യയുടെ വേൾഡ് വ്യൂ അല്ല, ഇന്ത്യക്ക് ആവശ്യമുള്ളതല്ല. ഇതായിരുന്നു അവിടെ അമേരിക്കയിലുണ്ടായ സിവിൽ വാർ, ഇതിനെക്കുറിച്ചായിരുന്നു. ബ്ലാക്സിനെ ഇൻക്ലൂഡ് ചെയ്യണം, അവർക്ക് വോട്ടിംഗ് കൊടുക്കണം, ഒരു വെറും വെള്ളക്കാർ മാത്രം ഭരിക്കുന്ന ഒരു രാജ്യമാകാൻ പാടില്ല എന്ന് പറഞ്ഞ് സിവിൽ വാർ ചെയ്തു അവർ, ടു ഗിവ് ഈക്വൽ റൈറ്റ്സ്. ദാറ്റ് പ്രൊവൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ ബിൽഡിങ് എ ഗ്രേറ്റ് പവർ ഇൻ ഫ്യൂച്ചർ. അല്ലേ? അല്ല, ഇതിൽ എനിക്ക് തോന്നുന്നു സാർ ഇടയ്ക്ക് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഈ സംവാദത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്കിതിന് ഒരു പരിസമാപ്തി കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ്. അതായത് 7-8 പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ഒരു സിവിൽ വാർ വന്നു. ഏതാണ്ട് അതേ ഒരു മൊമെൻറ്റിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവതരമായ ഒരു നിമിഷമാണ് ഇന്ത്യ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഒരു സിവിൽ വാറൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ പ്രതിസന്ധി തന്നെയാണ്. ഇന്ത്യയുടെ ബഹുസ്വരത നേരിടുന്ന ഭീഷണി തന്നെയാണ്. ആ ഭീഷണിയെ മറികടക്കണമെങ്കിൽ ആനുപാതികമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും കിട്ടണം. അത് പാർലമെൻറ്റിൽ ഇപ്പോൾ നമുക്കറിയാം, ഭരണകക്ഷിയിൽ 20% വരുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു MP പോലും ഇല്ല. ജുഡീഷ്യറിയിൽ ഈ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാ വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പ്രതിസന്ധി നമ്മൾ മറികടക്കുക? ഈ അഫർമേറ്റീവ് ആക്ഷൻ അത് ആരാണ് കൊണ്ടുവരിക?
അല്ല, ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു പബ്ലിക് awareness and public demand. അപ്പോൾ ജെയിംസ് മാഡിസൺ, 4th President of the United States, effectively said all government rests on public opinion. സോ പബ്ലിക് ഒപ്പീനിയൻ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ നമ്മൾ പബ്ലിക് അവയർനെസ് ഉണ്ടാക്കണം. ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വലിയൊരു പ്രതിസന്ധിയിലാണ്, നമ്മുടെ ഭരണഘടനയാണ്, നമ്മുടെ റിപ്പബ്ലിക്കാണ്. നമുക്ക് ഈ റിപ്പബ്ലിക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ സാധാരണക്കാർക്ക് അന്യായത്തിനെതിരെ യാതൊരു പ്രതിവിധിയില്ല. നമുക്ക് വീണ്ടും നമ്മളൊരു ഒരു ടിറനിയിലേക്ക് മടങ്ങിപ്പോകും. അപ്പം നമുക്ക് ഈ ഭരണഘടനയെ രക്ഷിച്ചേ മതിയാകൂ. അത് രക്ഷിക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കണം. അതായിരുന്നു ഭരണഘടനയുടെ ഉദ്ദേശം. അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഓളിഗാർക്കി അത് മനസ്സിലാക്കണം, നമ്മളത് ഡിമാൻഡ് ചെയ്യണം. അത് കോട്ട അനുസരിച്ചോ ഈ അഫർമേറ്റീവ് ആക്ഷൻ റിസർവേഷനൊന്നുമല്ല. നമ്മൾ ഇതൊന്നും അമേരിക്കയിൽ സുപ്രീം കോർട്ടിൽ റിസർവേഷനൊന്നുമില്ല. പക്ഷേ അവർ തന്നെ മനസ്സിലാക്കുന്നു എല്ലാ സെക്ഷൻസിനും റെപ്രസെൻറ്റേഷൻ ഇല്ലെങ്കിൽ ഈ രാജ്യത്തിന് അപകടമാണ്. അപ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്യണം, ഈ ഓളിഗാർക്കിയും റിയലൈസ് ചെയ്യണം. അപ്പോൾ ആത്യന്തികമായിട്ട് ഭരണഘടനാ ശില്പികൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പ്രയാമ്പിളിൽ പറയുന്നത് പോലെ വി ദ പീപ്പിൾ തിരിച്ചു അതിലേക്ക് വരുന്നു. ഇതിൽ ലാസ്റ്റായിട്ട് ഞാനൊരു കാര്യം പറയാം. പറച്ചിലുകൊണ്ട് സാർ അത് നടക്കുമോ? അതിപ്പോൾ ഈ സിവിൽ വാർ പോലെ എന്തെങ്കിലും സംഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, എനിക്ക് തോന്നുന്നത് അത് പല രീതിയിൽ ഒരു പുതിയ രീതിയിൽ നടക്കുകയാണ് ഓൾറെഡി. നമ്മൾ ഈ പഴയ സിവിൽ വാർ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പോലെ അല്ലല്ലോ. ഇപ്പോൾ യുദ്ധങ്ങളും സംഘടനകളും ഒക്കെ രൂപം മാറിയല്ലോ. അതിൻ്റെ ഭാവരൂപവും മാറുന്നുണ്ട്. വേറൊരു യുണീക്ക് ഇത് വെച്ച്, അതായത് വളരെ യുണീക്കായിട്ടുള്ളൊരു ഒരു ഫീച്ചർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത്. നമ്മുടെ പ്രിയാമ്പിളിൽ നോക്കുമ്പോൾ അതിൽ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ അവർ പറയുന്നത് എന്താണ്? ദ ക്വീൻ ബൈ ഡിക്ലറേഷൻ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഓസ്ട്രേലിയ, ദ പീപ്പിൾ ഓഫ് ദീസ് 5 സ്റ്റേറ്റ്സ് ഇൻ ടു ഓസ്ട്രേലിയ എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് എന്താണ്? വി ദ പീപ്പിൾ ഹാവ് ഹിയർ ബൈ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്നല്ല, റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഒരു വലിയൊരു മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ നമ്മളെല്ലാവരും അക്രോസ് ദ കൺട്രി, ഈ സാധാരണക്കാർ, ഈ ഓളിഗാർക്കിയിൽ പെടാത്ത ഈ കാറ്റഗറി 5 ആൾക്കാർ ഒരുപാട് യൂണിറ്റി വന്നു, പരസ്പര ബന്ധം വന്നു. മൈനോറിറ്റീസ്, വാസ്തവത്തിൽ മൈനോറിറ്റീസ് കാറ്റഗറി 5 ഈ 1, 2, 3, 4 ജനിക്കുന്നവർക്ക് മാത്രമേ റൈറ്റ്സ് ഉള്ളൂ. എല്ലാ മൈനോറിറ്റീസും മറ്റ് എല്ലാവരും കാറ്റഗറി 5 അപ്പോൾ ആ കാറ്റഗറി 5 ഒരുപാട് സോളിഡാരിറ്റി വന്നിട്ടുണ്ട്, ഒരുപാട് അസേർഷൻ വന്നിട്ടുണ്ട്, അതിന് ആസ്പിറേഷൻസ് വന്നിട്ടുണ്ട്. അതിനെ ഓളിഗാർക്കിക്ക് മാനേജ് ചെയ്യാൻ ഒക്കുന്നില്ല. ഇവിടെ കൊളാപ്സ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇവിടെ കൊളാപ്സ് ചെയ്യുന്നത് ഓളിഗാർക്കിയാണ്. അപ്പോൾ ആ ഒരു സമരം ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സമരത്തിൽ നിന്നാണ് ഈ സംവിധാനം വന്നത്, മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി ആ സോളിഡാരിറ്റി നമുക്ക് ബിൽഡ് ചെയ്യണം. അക്രോസ് ജാതി മതഭേദമില്ലാതെ ഈ ജനാധിപത്യത്തിലും ഈ സ്വാതന്ത്ര്യത്തിലും ഈ പറഞ്ഞ പോലെ സമത്വത്തിലും സാഹോദര്യത്തിലും ഒക്കെ വിശ്വാസമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മൾ അത് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനൊരു അവസരമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതൊരിക്കലും നഷ്ടപ്പെടില്ല. അത് പക്ഷേ ഇത് ഒരു വലിയൊരു സംഘടനമായി ആക്കി മാറി. ഈ ഹിന്ദു രാഷ്ട്രം എന്ന് വെച്ചാൽ ഓളിഗാർക്കി രാഷ്ട്രം, ഈ ഹിന്ദു രാഷ്ട്രം എന്ന് വെച്ചാൽ വർണ്ണഘടന, വർണ്ണ രാഷ്ട്രം, അതാണ്. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല, ആരും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ വെറുതെ അതിനെക്കുറിച്ച് ഒരു സമയം കളഞ്ഞ ഒരു വലിയ നഷ്ടം, നമ്മുടെ ഈ രാജ്യത്തിന് വലിയൊരു നഷ്ടമാണ് ഇത് വേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ സൗത്ത് ഓഫ് ഇന്ത്യയിൽ നടക്കുന്നില്ല, ഈ നോർത്ത് ഓഫ് ഇന്ത്യയിലാണ് ഈ ക്രൈസിസ് നടക്കുന്നത്. സൗത്ത് ഓഫ് ഇന്ത്യയിൽ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം വർക്ക് വെച്ചിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നു. ഈ നോർത്ത് ഇന്ത്യൻ ഓളിഗാർക്കിക് സൊസൈറ്റിയാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പം നമ്മളെല്ലാവരും കൂടെ അവരോട് പറയണം. അതെ. ഇപ്പം കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ നമ്മൾ ഇതുപോലെ പല വിധികളിലൂടെയും നമ്മുടെ ഭരണഘടന ഒരുപാട് തിരിച്ചടികൾ നേരിട്ടുണ്ട്. എമർജൻസി, അത് കഴിഞ്ഞിട്ട് ബാബറി അയോധ്യ വിധി, പിന്നെ പൗരത്വ നിയമം, പിന്നെ ആർട്ടിക്കിൾ 370. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഒരു ആർട്ടിക്കിൾ 35A കൊണ്ടാണ് ആ ആർട്ടിക്കിളിനെ ഇതിനെ മാറ്റുന്നത്. അതുപോലെ സാർ പറഞ്ഞ EWS,
ഏറ്റവും വലിയ ഇതിലൊക്കെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടേതാണ് ഈ ഇത്രയും സംഭവങ്ങൾ സാറിൻ്റെ കാഴ്ചപ്പാട്? എനിക്ക് തോന്നുന്നു ഒരു പെർട്ടിക്കുലർ ഓരോ വിധത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു 3-4 ലെക്ചർ നാഷണൽ ലോ സ്കൂൾ ഹൈദരാബാദിൽ കൊടുത്തു, പിന്നെ പലയിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെമോക്രസിയെ വീക്കം ചെയ്തിട്ടുണ്ട്. ഇക്കണോമിക് ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി, പൊളിറ്റിക്കൽ ഡെമോക്രസി. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ടു വോട്ട് ഇല്ല എന്ന് പറയുന്നു. അത് അൺഅക്സെപ്റ്റബിൾ അല്ലേ? സുപ്രീം കോടതി പറയും നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു വോട്ട് ഇല്ല എന്ന്. ആക്ച്വലി അതൊരു ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി അല്ലേ? അങ്ങനെ പല ഡിസിഷൻസും ഉണ്ട്. ഈ ഡെമോക്രസിയെ വീക്കൻ ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ റെപ്രസെൻറ്റേഷനെ വീക്കൻ ചെയ്യുന്നു. ഒരു 12 വലിയ നിബന്ധനകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത നിബന്ധനകൾ കൊണ്ടുവന്ന് പ്രാതിനിധ്യത്തിനെ കൺട്രോൾ ചെയ്യാണ്, പ്രാതിനിധ്യം ഇല്ലാതിരിക്കാൻ. അങ്ങനെ എല്ലാ മേഖലയിലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റെവല്യൂഷണറി ഇൻറ്റൻറ്റിനെ ഷാക്കിൾ ചെയ്യാണ് ഈ ജഡ്മെൻറ്റ്സ്. അപ്പോൾ എല്ലാ ജഡ്മെൻറ്റ്സും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഷാക്കിൾ ചെയ്യുമ്പം ഈ ലെഫ്റ്റ് ഹാൻഡിലെ ഷാക്കിളാണോ റൈറ്റ് ഹാൻഡിലെ ഷാക്കിളാണോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമുക്ക് പറയാൻ ഒക്കില്ല. എല്ലാം കൂടെ ഒന്നിച്ച് ഷാക്കിൾ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഈ പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല പ്രശ്നം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഓളിഗാർക്കിയാണ് പ്രശ്നം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വളരെ വാല്യുബിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ പലതും ഉണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ സമത്വത്തിനും ഒക്കെ ആവശ്യമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അതിൽ ഉണ്ട്, ആർഗ്യുമെൻറ്റ്സ് അതിലുണ്ട്. അപ്പോൾ അതിനെടുത്ത് നമുക്ക് ശരിക്കും വളരെ നല്ലൊരു ഒരു ഫ്യൂച്ചർ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ ഇരുട്ടിനിടയിലും അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾ, തിരിച്ചടികൾക്കിടയിലും ഇന്ത്യ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം താങ്കൾക്കുണ്ട്? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് പ്രശ്നം ക്രൈസിസോ പ്രശ്നമോ കോൺസ്റ്റിറ്റ്യൂഷനിലല്ല. ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ ശരിയായിട്ടുള്ള ആൾക്കാരെ ഇതിനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വളരെ നല്ല കോൺസ്റ്റിറ്റ്യൂഷനാണ്. ശരിയായിട്ടുള്ള ആൾക്കാരല്ല ഇതുവരെ വർക്ക് ചെയ്യുന്നത്, അവരുടെ പ്രശ്നമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഇപ്പോൾ എനിക്ക് വലിയൊരു കൺസേൺ, ഞാനിത് പറയുന്നത് പല ആൾക്കാർക്കും കോൺസ്റ്റിറ്റ്യൂഷനുള്ള വിശ്വാസം കുറയാണ്. ഇദ്ദേഹം ചോദിച്ചതുപോലെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നമല്ലേ ഇതൊക്കെ ഉണ്ടായത്? അല്ല, ഇത് ഈ വർക്ക് ചെയ്ത ആൾക്കാരുടെ ഫെയിലിയറാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ പ്രിസർവ് ചെയ്ത് ഈ 75 വർഷമല്ല 150 വർഷം ആനിവേഴ്സറിയും അതിനപ്പുറവും നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 237 വർഷം, ആ റെക്കോർഡും നമ്മൾ ബീറ്റ് ചെയ്യണം. പ്രതീക്ഷയുടെ ആ ഒരു സ്വരത്തിൽ നമ്മൾ ഈ സംവാദത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോട് മാതൃഭൂമിയുമായിട്ട് ഈ വിഷയങ്ങളിൽ താങ്കളുടെ ആ ഒരു നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി പ്രൊഫസർ മോഹൻ ഗോപാൽ. താങ്ക് യു.